ഹായ് ഫ്രണ്ട്സ്, പുതിയ സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർലി റിസൾട്ടുകളുടെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ജൂലൈ മാസത്തിലാണ് പൊതുവെ ക്വാർട്ടർലി റിസൾട്ടുകൾ വരാൻ തുടങ്ങുക. അപ്പോൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസങ്ങളിലുള്ള ഒരു ബിസിനസ് പെർഫോമൻസ് ആണ് Q1 റിസൾട്ടിലൂടെ പുറത്തു വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ നല്ല ക്വാർട്ടർ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യം പരാമർശിക്കുന്ന സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാർട്ടർലി സെയിൽസ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 34.1% ഒരു ഗ്രോത്ത് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 50% ഒരു ഗ്രോത്ത് ആയിരുന്നു കാണിച്ചത്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ആ സ്റ്റോക്ക് ഒരു ഡീ ഗ്രോത്തിൽ ഒരു -13.2%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 23.8% ഒരു മൈനസ് ഫിഗറുമാണ് കാണാൻ കഴിഞ്ഞത്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പക്ഷേ ഇനി വരാൻ പോകുന്ന റിസൾട്ടുകളിൽ വലിയൊരു പ്രതീക്ഷയാണ് ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർന്നത്. അതിൻ്റെ കാരണം ഈ കമ്പനി എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള റെഗുലേറ്ററി ഫയലിങ്സിൽ ഒരു ക്വാർട്ടർലി അപ്ഡേറ്റ് കമ്പനി നൽകിയതായി കാണാം. അതായത് ജൂലൈ 5-ാം തീയതിയാണ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവരുടെ ബിസിനസ് ഇന്ത്യയിലായാലും അതുപോലെ മിഡിൽ ഈസ്റ്റിലായാലും നല്ല പെർഫോമൻസ് ആണ് രേഖപ്പെടുത്തിയതെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഗോൾഡ് പ്രൈസിലുണ്ടായിട്ടുള്ള ഒരു ഹൈ വളറ്റിലിറ്റി അതിനിടയിൽ നിന്നുകൊണ്ടാണ് കമ്പനി ഇത്ര നല്ലൊരു പെർഫോമൻസ് നടത്തിയതെന്നാണ് ആ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ 27% ഇയർ ഓൺ ഇയർ റവന്യൂ ഗ്രോത്ത് ഈ കമ്പനി അച്ചീവ് ചെയ്തതായിട്ടാണ് അവർ ആ പോസ്റ്റിൽ പറയുന്നത്. ഇവരുടെ ഒരു ബിസിനസ് മോഡലായിട്ടുള്ള ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്, അതായത് FOCO മോഡലിൽ 13 കല്യാൺ ഷോറൂംസ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ബിസിനസ് റവന്യൂവിൻ്റെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പോൾ ആ മിഡിൽ ഈസ്റ്റിലുള്ള ഇവരുടെ ബിസിനസ് ഇയർ ഓൺ ഇയറിൽ 16% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തിയതായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് കൂടാതെ കല്യാണിൻ്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ കാൻഡിയർ എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ 13% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ 130-ലധികം പുതിയ ഷോറൂമുകൾ തുറക്കാനുള്ള ഒരു നീക്കമാണ് കല്യാൺ ജ്വല്ലറി ആ ഒരു ബിസിനസ് പ്ലാനുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അമേരിക്കയിലെ ആദ്യത്തെ അവരുടെ ഷോറൂം ഈ ദീപാവലിയോടുകൂടി തുറക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജൂൺ ക്വാർട്ടർ എൻഡിൽ ഉള്ള ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന് മൊത്തത്തിൽ 277 ഷോറൂംസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അവർ ഇന്ത്യയിൽ 217 ഷോറൂംസും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ 36 ഷോറൂംസും അതുപോലെ ഈ ഡിജിറ്റൽ കാൻഡിയർ ഷോറൂംസ് 24 എണ്ണവുമാണ് നമുക്ക് അവരുടെ ആ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ള കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നതോടെ ഏകദേശം 4% ഒരു മൂവ് ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ. അപ്പോൾ ഈ ചാർട്ടിലെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവല് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു റീടെസ്റ്റിലേക്ക് വരുന്നതായിട്ട് ആ പാറ്റേൺ അവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ തിരിച്ച് കയറുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. കാരണം Q1 റിസൾട്ടിനോടനുബന്ധിച്ച് തീർച്ചയായും ഒരു വളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ നല്ലൊരു മൂവ് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ടാമത്തെ സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ ഏകദേശം 127% വമ്പിച്ച വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 6% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 92% വർധനവും അന്ന് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. യെസ് ബാങ്കും ഇതേപോലെ അവർ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചുള്ള റെഗുലേറ്ററി ഫയലിങ്ങിൽ കാണുന്നത് അവരുടെ ഒരു ക്വാർട്ടർലി അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ജൂലൈ 2-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ലോൺ ആൻഡ് അഡ്വാൻസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അവർ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 2,27,700 കോടിയുടെ ലോൺ അഡ്വാൻസ് ചെയ്തിട്ടുള്ള കമ്പനി ഈ ജൂൺ ക്വാർട്ടറിൽ അത് 2,29,000 നേരിയൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ട് കാണുക. അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം 0.9%, ഏകദേശം 1% വർധനവ് ആ ഒരു ലോണിലും അഡ്വാൻസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 14% വർധനവ് ഈ ലോണിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ ഡെപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അത് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തുടരുകയാണ്. -0.5% ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയറിൽ ഈ ഡെപ്പോസിറ്റിൻ്റെ വർധന 20% മുകളിലാണെന്ന് കാണാം.
ഇപ്പോൾ 2,64,910 എന്ന ഫിഗറാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ കാസ നോക്കുകയാണെങ്കിൽ അത് 26.1% വർധനവ് കാണാൻ കഴിയും. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഏകദേശം 1% ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ കാസ റേഷ്യോയിലായാലും ഇനി ബാങ്കുകളുടെ മറ്റ് പെർഫോമൻസ് റേഷ്യോകൾ സൂചിപ്പിക്കുന്ന ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതുപോലെ ലിക്വിഡ് കവറേജ് റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോകളൊക്കെ സൂചിപ്പിക്കുന്നത് യെസ് ബാങ്കിൻ്റെ ആ ഒരു ബിസിനസ് പ്രധാനമായിട്ടും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ബാഡ് ലോൺസ് കുറച്ചുകൊണ്ട് വന്ന് അവരുടെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ക്വാർട്ടറുകളിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള അസറ്റ് ക്വാളിറ്റി ആയിരിക്കും ഇവരുടെ ബാങ്കിങ് പെർഫോമൻസിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 26 എന്ന ലെവലിലാണ്. അത് ഈ ജൂലൈ 20 കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോഴേക്കും ഈ സ്റ്റോക്ക് 32 എന്നുള്ള അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം ഈ സ്റ്റോക്ക് 11% വമ്പിച്ചൊരു മൂവ് നടത്തിയതായി കാണാം. അത് ഈ ഒരു സ്പെക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മൂവ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് യെസ് ബാങ്ക്. അടുത്ത സ്റ്റോക്ക് ഇറേഡയാണ്. ഇതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള ആ ഒരു ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 34%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 33% അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 11% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 0.55% ഒരു ലോ പ്രോഫിറ്റ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. അപ്പോൾ കമ്പനി ഇപ്പോൾ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള റെഗുലേറ്ററി ഫയലിങ്ങിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ക്വാർട്ടർലി അപ്ഡേറ്റ് കമ്പനി നൽകിയതായിട്ട് കാണാം. ജൂൺ 30 അത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഫയലിൽ 9,136 കോടിയുടെ ഒരു ലോൺ സാങ്ഷൻസ് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 5,320 ലോണുകൾ ഡിസ്പേഴ്സ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 382% വമ്പിച്ചൊരു വർധനമാണ് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ. അതേപോലെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് 67% ഒരു വമ്പിച്ച ഗ്രോത്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറേഡയുടെ ലോൺ ബുക്ക് നോക്കുകയാണെങ്കിൽ 63,150 കോടിയായിട്ട് അത് വളർന്നിട്ട് റെക്കോർഡ് ഗ്രോത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 33% ഒരു ഗ്രോത്താണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇറേഡ സ്റ്റോക്കിൽ കഴിഞ്ഞ 5 സെഷനിൽ 16% ഒരു മൂവ് നടത്തി ആ സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ടിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 3 സ്റ്റോക്കുകളും റിസൾട്ടിന് മുമ്പ് തന്നെ ഒരു ഷോർട്ട് ടേം റണ്ണപ്പ് ഈ സ്റ്റോക്കിൽ തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ കൃത്യമായ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുക. ഈ ഒരു കൃത്യമായൊരു ട്രേഡ് പ്ലാനോടുകൂടി മാത്രമേ ഇത്തരം സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ഹൈ വോളറ്റിലിറ്റി സമയത്ത് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.